ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ അനസെന്ന് എന്താ പരിപാടി? ഇന്ന് നമ്മളെ റൂമിൽ അനസിൻ്റെ ആനിവേഴ്സറിയാണ്. ടൈം ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 11:20. 11:20. അപ്പോൾ നമ്മൾ ചെറിയൊരു 12 മണിക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യും. ഓൻ ഉറങ്ങായിരിക്കും. ഓൻ്റെ വൈഫ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അനസിനോട്. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ആശ്മി ഫുൾ സെറ്റാക്കാൻ വേണ്ടി വന്നതാണ്. ആശ്മി സൂപ്പർ മാർക്കറ്റിൽ വന്നാണ്. കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കേക്കാണ് പറഞ്ഞിട്ടുള്ളത്. കേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നെയിമൊക്കെ എഴുതിക്കാൻ കൊടുത്തിട്ടാണ്. ചെറുക്കനെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുക്കനൊക്കെ മറന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നീപ്പിക്കും. കുറുകിയ കരപ്പോലെ. സത്യം പറഞ്ഞാൽ ഞാനും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനും കട പൂട്ടിയിട്ട് നേരെ വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഇവനാ പറഞ്ഞത് കേക്ക് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി കളിക്ക് വരുന്ന ടൈമിൽ കൊണ്ടുവരാന്ന്. പക്ഷേ ഇപ്പോഴാണ് ഞാനും അറിഞ്ഞത് ആനിവേഴ്സറി ആണ്. അവൻ്റെ വൈഫ് എന്താണ് ഇവനോട് സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വാങ്ങുകയാണ്. അപ്പോൾ സെറ്റ് പിന്നെ അല്ല അനസ. പിന്നെ ഇന്ന് കളിയില്ലേ? ഇന്ന് ഏതിൻ്റെയാണ്? ഫ്രാൻസിൻ്റെ കളിയാണ്. ഫ്രാൻസ് മൊറോക്കോ. ആര് ജയിക്കും? പ്രഡിക്ഷൻ ഇന്നത്തെ പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടും കിടിലൻ ടീമാണ്. രണ്ടും നല്ല അറ്റാക്കിങ്, രണ്ടും നല്ല ഡിഫൻസ്. ഓവറോൾ നല്ല രണ്ട് ടീമിൽ എംബാപ്പെ എത്ര ഗോള്? ഏറിപ്പോ 2-1 ആയിരിക്കും. എല്ലാം മേലക്കൊന്നും ആവാൻ ചാൻസ് ഇല്ല. പിന്നെ പറയാൻ പറ്റില്ല, ഫുട്ബോളല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ടീം ജയിച്ചിട്ടുണ്ട്. ഇവന്റെ ടീം എങ്ങനെയായാലും പുറത്ത് പോയിട്ടുണ്ട്. ഇവൻ ബ്രസീലായിരുന്നു. ഒന്നും പറയണ്ട, ജയിച്ച ടീമിനെ അംഗീകരിക്കാൻ പഠിക്കണം. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. എന്തായാലും ഒരു കപ്പ് കിട്ടാത്തൊരു ഗോട്ട് എന്ന നിലയിൽ രണ്ടാള് ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു പോയി. അതിൻ്റെ ഒരു വിഷമം. ബാക്കിയുള്ള എല്ലാവരും സന്തോഷമാണ്. അടുത്ത കളി ഞങ്ങൾ ജയിക്കൂലേ? അടുത്തത് ജയിക്കട്ടെ. അടുത്ത ഏതാ? സ്വിറ്റ്സർലാൻഡിന്റെ അർജന്റീന. അതെന്തായാലും ജയിക്കും. ടെൻഷനൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ കളിയില്ലേ, കഴിഞ്ഞ കളി ഞങ്ങൾ ഫുള്ള് ടെൻഷൻ അടിച്ചിട്ടാണ് കളി കണ്ടത്. മുന്നത്തെ കളിയിൽ നല്ല ടെൻഷനല്ലേ. സീന് ഫൈനൽ കളിച്ച മാതിരത്തെ ടെൻഷനാവില്ല. പക്ഷെ ഞങ്ങളെ കളി ലാസ്റ്റ് 10 മിനിറ്റ് 3 ഗോൾ അങ്ങനെ ഉണ്ടായിരുന്നത്. നല്ല കംബാക്കാണ്. പക്ഷെ ആ ലെഫറിയുടെ ഒരു ഇതുകൊണ്ട് എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ പോലും അർജന്റീന കളിച്ച അടിപൊളി കളിയായിരുന്നു. എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് എത്തി. അടുത്തത് കാണാതെ പലർക്കും വിഷമങ്ങളൊക്കെ ഉണ്ടാക്കി അർജന്റീന തോക്കാത്തത് കൊണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ അർജന്റീന ഫാൻസ് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അല്ല, അപ്പോൾ ഈ ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ. ചെറുക്കൻ്റെ കേക്ക് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നെയിം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരാളും കൂടി വന്നിട്ടുണ്ട്. ഇത് ഒളിച്ചിക്കണെങ്കിൽ ഇങ്ങോട്ട് വരി. എന്താ നിങ്ങൾ കാണിച്ചൊടുക്കി? ഈത്തപ്പഴം. വെറും ഈത്തപ്പഴത്തിൻ്റെ ആളാട്ടാള്. ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ കടന്ന് ചാടി കളിക്കും. ഓക്കെ, സ്റ്റിക്കറൊക്കെ കിട്ടിയിട്ടുണ്ട്. യൂട്യൂബിൽ വരും. നിങ്ങളെ ഞാൻ മെയിൻ ആക്കും. അപ്പോൾ എന്താ പറയാനുള്ളത്? ഫേമസ് ആക്കും. അപ്പോൾ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ, ഒരു മിനിറ്റ്. അപ്പോൾ നമ്മളെ നെയിമൊക്കെ എഴുതിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ആനിവേഴ്സറി മൈ ലവ് എന്നൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ കേക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത. നമുക്ക് റൂമിലെത്തിയിട്ട് കാണാം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ട് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അനസ് അറിഞ്ഞിട്ടില്ല കാര്യം. അനസ് പറഞ്ഞിട്ടില്ലല്ലോ, സർപ്രൈസാണ്. നമ്മൾ ആ ഫ്ലാറ്റ് നമ്പർ 5. എന്താ ലൈറ്റൊക്കെ ഓഫാക്കി? എല്ലാവരും ഉറക്കത്തില്ല. ടൈം 12 മണിയാവാൻ 15 മിനിറ്റ്. ഓക്കെ, സെറ്റല്ലേ? ഡോറടക്കല്ലേ? സർപ്രൈസ് പൊളിഞ്ഞിട്ട് ആകെ കയ്യിപ്പാളും. സംഭവം സെറ്റാണ് ഗൈസ്. ഞാൻ തുറന്നിട്ട നൈസിൽ ഒരു നേരം പോലെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല വീഡിയോ. ആൾ ഉറങ്ങിയെന്നാണ് പറഞ്ഞില്ലേ? ഇനി പോയി ഉണർത്തേണ്ടി വരും. ഉറങ്ങിയിട്ടില്ലേ? ഓക്കെ, അങ്ങനെ മഹമ്മൂദ് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് മഹമ്മൂദേ? സുഖല്ലേ? സെറ്റാണോ? ഉറക്കത്തിൽ നീച്ച് തരിക? ഫോട്ടോ എടുക്കുന്നുണ്ട്.
പിന്നെ ഫ്രിഡ്ജിക്കൊക്കെ അല്ലേ? ഫ്രിഡ്ജിക്കൊക്കെ എപ്പോഴാണ് കറക്റ്റ് 12 മണിക്കാ? 12 ഇവിടുത്തെ 12 മണി. എന്താ നമ്മളെ പ്ലാൻ എങ്ങനെയാണ്? പ്ലാൻ ഓപ്പോൾ കടന്നുറങ്ങുകയാണ്. നമുക്കൊരു ഐഡിയ. നമുക്ക് പ്രൊജക്ടറിൽ നിന്നിപ്പോൾ കളിയല്ലേ, കളി വെക്കും പോലെ കാട്ടിയിട്ട് ഓനെ കളിയിൽ ഇവിടെ കുറച്ച് നേരം കൊടുന്നിരുത്താം. ഇരുത്തിയതിൻ്റെ ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നൈസിൽ കേക്ക് ഫ്രിഡ്ജിൽ നിന്നോട് കൊണ്ടുവരാം. ഓക്കെ, നല്ല കൊടുന്നിരുത്തിക്കോ. ഞാൻ അത് ഓഫാക്കുന്നുണ്ട്, ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. ഫോണിൻ്റെ ക്ലിയർ കുറവാണ്. ഹാപ്പി ആനിവേഴ്സറി ഡിയർ അനസ് ബ്രോ. ഗായ്സ്, ഒരു ദിവസം പോലും കളി കാണാത്തൊരു ചെങ്ങായിയാണെന്ന് കളിക്ക് വിളിച്ചിരുത്തിക്കണ്. ഓക്കെ, തെറ്റല്ലേ? ആടാ, നാളെ എന്താ പ്രത്യേകത? എന്താ നാളെ? എത്രാമത്തെ? ഫസ്റ്റ് ആനിവേഴ്സറി. ഓക്കെ, എങ്ങനെയുണ്ട്? മുബാറക്കാന്റെ ആശീർവാദത്തിൽ എന്താണ് ഇതിന് പാടേണ്ട അനസ്? ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി അനസിക്ക. ഓക്കെ, ഞാൻ സ്വന്തമായിട്ട് കഴിക്കട്ടെ. പിന്നെ വെച്ചാലാണ് നിൽക്കണ്ട. കഴിച്ചാൽ മറ്റു കഴിച്ചാൽ നീ മാംഗോ മാത്രമേ പിടിക്കുള്ളൂ. ഓക്കെ, മൈ ലവിനോട് എന്താ പറയാനുള്ളത് ഈ നിമിഷത്തില്? താങ്ക് യു. ഓക്കെ ഓക്കെ, അനസാണിത്. അനസിനോട് പറഞ്ഞില്ലേ താങ്ക് യു? ഇവിടെ ഇവിടെ താങ്ക് യു. അവിടെ ഉറങ്ങണോലായോണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊടുന്നു കേട്ടോ. കടിച്ചിട്ട് വെച്ചാൽ കൈ പോവും. എന്താ സാധനം? കുഴപ്പമില്ല. ഇത് ഇവിടെ നിന്ന് ആരുടെ ഓർഡർ ചെയ്ത് എങ്ങനെയുണ്ട്? കൊള്ളാം. അളിയ, ഞാൻ എന്റെ ലവിന്റെ ജെറിങ് എടുക്കാണ് അളിയ. ഓക്കെ ഓക്കെ ഓക്കെ. കൊള്ളാം. കഴിച്ചിട്ട് പറയൂ. ഇവിടെ തയ്ക്കാൻ നിൽക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. വിചാരിച്ചു അങ്ങനെ സർപ്രൈസ് വിചാരിക്കാത്തതാണ് സർപ്രൈസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. മാംഗോ ഇന്ന് കഴിക്കട്ടെ കേട്ടോ. ഇന്ന് പിന്നെ കാണാം.